ഹലോ, വെൽക്കം ടു ലേൺ ഓറ സ്റ്റോറീസ്. ഞാൻ ഭാഗ്യശ്രീ. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരാളുടെ സ്റ്റോറി ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് നമുക്ക് പറയാവുന്ന സ്റ്റോറി അക്ഷയയുടെ ആണ്. അപ്പോൾ അക്ഷയ എൻ്റെ ഒരു വൺ ഓഫ് ദ ബ്രില്യൻ സ്റ്റുഡൻ്റ് ആയിരുന്നു. പക്ഷേ അക്ഷയയ്ക്ക് എന്താണ് അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ, അക്ഷയ നേരത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഓൾറെഡി പൈസ ഒക്കെ കൊടുത്തിട്ടുണ്ടല്ലോ. സോ അതുകൊണ്ട് തന്നെ ഇനി ഏറ്റവും ചെറിയ കോഴ്സ് ഏതാണോ അത് മതി, ആ ഒരു ക്രാഷ് കോഴ്സിന് ചേരാം എന്ന് പറഞ്ഞിട്ടായിരുന്നു ചേർന്നത്. പക്ഷേ ആ ഒരു ക്രാഷ് കോഴ്സിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും മീൻസ് ബേസിക് ക്രാഷ് കോഴ്സ് ആണത്. അതിൽ നമ്മൾ ഗൈഡ് ലൈൻസ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് ആൻസറിലേക്ക് എത്തുന്നതെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മോക്ക് എക്സാംസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും പ്രീവിയസ്ലി പഠിച്ചെടുത്തുനിന്ന് അത്യാവശ്യം നല്ലൊരു ബേസ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബേസിക് കോഴ്സ് കൊണ്ട് യൂസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ പ്രീവിയസ്ലി നമ്മൾ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒന്നെങ്കിൽ കുറേ ലാഗ് വന്നിട്ടുള്ളവരോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഒരു സ്റ്റഡി അവിടെ നിന്ന് കിട്ടാത്തവരൊക്കെ ആണെങ്കിൽ നമ്മുടെ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ ക്രാഷ് കോഴ്സിലേക്ക് വേണം ജോയിൻ ചെയ്യാനായിട്ട്. അപ്പോൾ അക്ഷയ ആണെങ്കിൽ ആദ്യം ബേസിക്കിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് നമുക്ക് മനസ്സിലായത് ഇതുകൊണ്ട് ശരിയാവില്ല, നമുക്ക് സ്റ്റാൻഡേർഡിലേക്ക് പോകേണ്ടി വരും എന്നുള്ള രീതിയിൽ. സോ അങ്ങനെയാണ് നമ്മൾ അക്ഷയനെ ബേസിക്കിൽ നിന്നും സ്റ്റാൻഡേർഡിലേക്ക് മാറ്റി ആ ഒരു സമയത്ത് പിന്നെ നന്നായിട്ട് പഠിച്ച് പാസ്സാവുക, അങ്ങനെയാണ് ചെയ്തത്. സോ അക്ഷയും കുറച്ച് ടെൻസ്ഡ് ആയിരുന്നു. കാരണം ബേസിക് കോഴ്സ് എടുത്തിട്ട് എന്താണ് ഇങ്ങനെ ഒന്നും അങ്ങോട്ട് മനസ്സിലാവാത്തതെന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ചിലർക്കൊക്കെ അങ്ങനെ തന്നെയാണ്. കാരണം നല്ലൊരു ബേസ് ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ബേസിക് കോഴ്സ് എടുത്തിട്ട് കാര്യം ഉണ്ടാവില്ല. നമ്മൾ സ്റ്റാൻഡേർഡ് തന്നെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് CPT MyCDയും പഠിക്കാം എന്നുള്ളതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് കോഴ്സിൻ്റെ പ്രത്യേകത. അപ്പോൾ അത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഗ്യാരണ്ടിയാണ്, ഒന്നും പേടിക്കാനില്ല, ഉറപ്പായിട്ടും പാസ്സാവും എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, എന്നാൽ ശരി നമുക്ക് അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് സ്റ്റാൻഡേർഡിലേക്ക് മാറി. അപ്പോൾ അങ്ങനെയാണ് പാസ്സായത്. അപ്പോൾ ആളൊരു ലിറ്റിൽ സ്ട്രെസ്ഡ് ആയിരുന്നു. കാരണം ബേസിക്കലി ശരിയാവുന്നില്ല, ഇനിയിപ്പോൾ വീണ്ടും പൈസ കൊടുത്തു കഴിഞ്ഞാൽ ശരിയാവോ? കാരണം ബേസിക്കലിനെ അപേക്ഷിച്ച് സ്റ്റാൻഡേർഡിന് കുറച്ചും കൂടി എമൗണ്ട് ഉള്ള ഒരു കോഴ്സാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു പേടിക്കേണ്ട, നമ്മൾ എന്തായാലും ഇത്രയും പൈസ കൊടുത്തിട്ടാണല്ലോ എക്സാം എഴുതുന്നത്. സോ അതിനൊരു യൂസ് ഉണ്ടാവുന്ന രീതിയിൽ നമ്മൾ പഠിക്കുക, അത്രയേ ഉള്ളൂ. വേറെ ഈ ഒരു 5,000 അല്ലെങ്കിൽ ഈ ഒരു എമൗണ്ട് നമ്മളിപ്പം മുടക്കാൻ റെഡി അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ, പിന്നെ നമ്മൾ എക്സാം ഫെയിലായിട്ട് വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആൾ ഓക്കെ ആയി. ശരി, എന്നാൽ പിന്നെ അങ്ങനെ തന്നെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് പിന്നെ പാസ്സായിപ്പോയി. സോ ആളുടെ ഒരു സന്തോഷം ഓൾറെഡി നമുക്ക് പേഴ്സണലി അയച്ചതാണ്. CPC പാസ്സായി. താങ്ക് യു സോ മച്ച് for Bhagyashree ma'am and Litty ma'am. Because of you both only I had passed this exam. Thank you so much ma'am എന്ന് പറഞ്ഞിട്ട് ആളുടെ ഒരു സന്തോഷം നമ്മളോട് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഗ്രൂപ്പിലൊരു റിവ്യൂ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഓൺലൈനായിട്ടാണ് മെഡിക്കൽ കോഡിംഗ് പഠിച്ചത്, അതായത് പ്രീവിയസ് ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചാണ് പറയുന്നത്. CPC ക്രാക്കറിൽ ജോയിൻ ചെയ്യുമ്പോൾ എനിക്ക് ഒന്നും തന്നെ അറിയില്ലായിരുന്നു. ആക്ച്വലി അതാണ് അവിടെ സംഭവിച്ചത്, ഒന്നും അറിയില്ലായിരുന്നു. ഒന്നും അറിയാത്ത ഒരാൾ ബേസിക് കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ പാസ്സാവാനായിട്ട് പറ്റില്ല. നമുക്ക് എന്താണ് മെഡിക്കൽ കോഡിംഗ് എന്നൊരു ഐഡിയ ഒക്കെ ഉള്ള ഒരാൾക്ക് പാസ്സാവണമെങ്കിൽ നമ്മൾ ഒരിക്കലും മുഴുവനായിട്ട് മെഡിക്കൽ കോഡിംഗ് വീണ്ടും പഠിക്കണം എന്ന് പറയാറില്ല. നമ്മുടെ സ്റ്റാൻഡേർഡ് കോഴ്സ് എടുത്താൽ മതി, അതെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പാസ്സാക്കി തരും എന്നാണ് നമ്മൾ പറയാറുള്ളത്. സോ അങ്ങനെയായിരുന്നു. ജസ്റ്റ് ബേസിക് കോഡിംഗ് ഗൈഡ് ലൈൻസ് പോലും അറിയില്ലായിരുന്നു. മാമിൻ്റെ ക്ലാസ് ആൻഡ് വോയിസ് കേട്ടാണ് ഇംപ്രൂവ് ആയത്. താങ്ക് യു സോ മച്ച് ഫോർ ഭാഗ്യശ്രീ മാം ആൻഡ് എസ്പെഷ്യലി ലിറ്റി മാം. എസ്പെഷ്യലി ലിറ്റി മാം എന്ന് പറയുമ്പോൾ ലിറ്റി മിസ് ആയിരുന്നു പേഴ്സണൽ ട്യൂട്ടർ അക്ഷയയുടെ. അപ്പോൾ നമ്മളൊരു പേഴ്സണൽ ട്യൂട്ടറെ വെച്ചിട്ടാണ് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. സോ ലിറ്റി മിസ് പേഴ്സണൽ ട്യൂട്ടർ ആയതുകൊണ്ട് തന്നെ എന്ത് ഡൗട്ട് ചോദിച്ചാലും ഓൺ ദ സ്പോട്ട് അതൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കും. സോ അതുകൊണ്ടാണ് ലിറ്റി മിസ്സിനൊരു സ്പെഷ്യൽ താങ്ക്സ്. ഓക്കെ, എപ്പോൾ എന്ത് ഡൗട്ട് ചോദിച്ചാലും മാം ക്ലിയർ ചെയ്തു തരുമായിരുന്നു. ലിറ്റി മിസ്സിനെ കുറിച്ചാണ് പറയുന്നത്. താങ്ക്സ് ടു ബോത്ത് ഓഫ് യു മാം, താങ്ക് യു സോ മച്ച് എന്നാണ് അക്ഷയ പറയുന്നത്.